പരീക്ഷണം ചെയ്യുമ്പോൾ എന്തിനാ ഒരുപാട് സാധനമായിട്ട് വേസ്റ്റ് ആക്കണം? അതെ അതെ, അതിന്റെ ആവശ്യം ഒരിക്കലും ഇല്ല. അതും ശരി തന്നെ. എനിക്കിത് അറിയില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. ഇത് വറുത്തെടുക്കുവല്ല, അപ്പച്ചമ്പിൽ പുഴുങ്ങിയെടുക്കുക. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. എപ്പോഴും വറുപ്പല്ലേ കാണുന്നത്. ഏതായാലും ഔട്ട്കം എങ്ങനെയാണെങ്കിലും കാണിക്കാം, ഫെയിലിയർ ആണെങ്കിലും എന്താണെങ്കിലും. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കയ്യിൽ ഈ മൈദ പിടിക്കുക, പിന്നെ മൈദ പിടിക്കുക, ഇങ്ങനെ. ഇങ്ങനെയാന്ന് പറയാൻ ഞങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ട് കേട്ടോ. അതേ ഉള്ളൂ. പറഞ്ഞു കോരിച്ചൊരിയണ മഴ ഇല്ലെങ്കിലും ഇത് കഴിക്കാം. എനിക്ക് പക്ഷെ ഒരു ചെറിയ അമ്മ ഇതുവരെ കഴിക്കാത്ത ഒരു പലഹാരമാണ്. നമുക്ക് ആദ്യം ഇതിന്റെ എക്സ്പീരിയൻസ് അമ്മയ്ക്ക് ഷെയർ ചെയ്യാൻ വിട്ടുകൊടുക്കാം. കണ്ടോട്ടോ, ഇതിന്റെ പേരെന്താ? മോമോസ്. ഈസി മോമോസ്. ഈസി മോമോസ്. അപ്പൊ നമ്മള് ഇന്നൊരു പരീക്ഷണ വസ്തു ചെയ്യാൻ പോവാ. അമ്മ കഴിക്കാത്ത ഒരു സാധനം. അപ്പൊ അതിന് ഞാൻ പരീക്ഷണ ഇതായതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നു, ഒരു 4-5 എണ്ണം. അപ്പം അതിന് ഒരു വലിയ ക്യാരറ്റ് എടുത്ത് അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമുക്ക് ചോപ്പറിലിട്ടൊന്നങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൈസായിട്ട് കിട്ടിക്കോളൂല്ലോ എന്ന്. അപ്പം ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മീതേക്ക് സവോള ഇടാം. സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും സവോളയും 2-3 ബീൻസ് ഇരുന്നതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും. പിന്നെ ടൊമാറ്റോ ഇതിന് ചേർക്കാൻ പറ്റൂല്ലോ. ടൊമാറ്റോ പറ്റൂല അല്ലേ? വേണ്ട. അപ്പം നമുക്ക് ഇത് ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, ആദ്യം ചോപ്പ് ചെയ്തെടുത്ത് നിങ്ങളെ കാണിക്കാം. പിന്നെ മിൻസ് ചെയ്ത് കുറച്ച് ചിക്കൻ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്. അപ്പം ആദ്യം നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ. ശീലിച്ച നന്നായിട്ട് കിട്ടും. അമ്മ ഇപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്. ആദ്യം തീരെ ചെയ്യുന്നുണ്ടായിരുന്നില്ല, പിന്നെ പിന്നെ അത് തേങ്ങ ഇരട്ടണ പോലെയാ. പക്ഷെ ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ ചോപ്പ് ചെയ്യുന്നുണ്ട്. അമ്മ ഇത് ഇങ്ങനെ തേങ്ങ ഇരട്ടുമ്പോഴാണ് അമ്മ പിടിക്കണേ. കൈ പിടിക്കണം. ചെറുതാക്കണം നോക്ക്. സവോള ഇതിന് മീതെ ഇടാനുള്ളതാ. കുഴപ്പമില്ലെന്ന് തോന്നണം അല്ലേ? മതി, അത് മതി. ശരിക്കും ആയിട്ടുള്ളത് കുറച്ചുകൂടി ആവാനുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. മതിയെന്ന് എനിക്ക് തോന്നണേ. മതിയാവും, നോക്കട്ടെ. ഇങ്ങനെ ഉണ്ടാക്കി തോരൻ വെക്കുമ്പോ നല്ലതാണ്. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇങ്ങനെ ചെയ്താൽ ഇതിപ്പോ ഏകദേശം മതി. ഇനിയിപ്പോ സവോളയും കൂടെ ഇടാനില്ലേ? സവോള ഇതിന്റെ മീതെ ഇടണതിലേക്ക് മാറ്റണം. അത് മാറ്റിക്കോ വേണമെങ്കിൽ. ഇതിപ്പോ ആവശ്യത്തിനായില്ലേ ഗ്രേറ്റിങ്? ഇനി വേണോ ഗ്രേറ്റിങ്? വേണ്ട, ഇനി മാറ്റാതെ നല്ല ഇച്ചിരി വേണമെങ്കിൽ ഇങ്ങനെ കിടന്നോട്ടെ, തൂത്തെടുക്കണ്ട. ഇനി ഇത് മാറ്റിയാക്കട്ടെ. എന്നാന്ന് വെച്ചാൽ ഇത് കഴുകിയെടുക്കാനല്ല, ലാസ്റ്റ് കഴുകാം അല്ലേ? എന്നാൽ ഇത് ഇനി എടുത്തേച്ച് അതിലേക്ക് ഇടാം. ബീൻസ് വേണ്ട, അത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ബീൻസ് കറിയിലാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ക്യാരറ്റാ കൂടുതലല്ലേ? സവോള ഉണ്ടായിരുന്നു, പക്ഷെ ചോപ്പ് ചെയ്ത് വന്നപ്പോ ക്യാരറ്റിന്റെ മാത്രമേ കാണാറുള്ളൂ. ഇപ്പൊ ക്യാരറ്റും സവോളയും 2 ബീൻസേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബീൻസ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയാലാണ് നമുക്കത് പച്ചക്കുത്ത് മാറണം. മാത്രമല്ല ഒന്ന് ഉരുട്ടി എടുക്കണ്ടേ ഇത് സംഭവം. അപ്പൊ ഇച്ചിരി ഉപ്പുനീരും കൂടെ തളിക്കാം. തെളിച്ചങ്ങ് വഴറ്റാം. ഹാഫ് കുക്കായാൽ മതിയായിരിക്കും. ഉപ്പുനീര് തളിച്ചതാ മതി. നീരെടുത്ത്. നല്ല മഴ പുറത്ത്. നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ? ഇന്ന് 4-ാം തീയതി ശനിയില്ലേ? ജൂലൈ 4 കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കിയ മിക്സ് ചെയ്ത മീറ്റ് തവയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത്രയ്ക്കുള്ള വേവ് അതിനുള്ളൂ. പിന്നെ നമ്മൾ പച്ചമ്പിൽ വേവിച്ചെടുക്കണമുണ്ടല്ലോ. സോസ് ഒഴിക്കണ്ടേ? ഈ കൂടെ അല്ലല്ലോ. അല്ല അല്ലേ, ഇറച്ചിയിലേക്കല്ല സോസ് ഒഴിക്കണം. ഇനി വെജിറ്റബിൾ വഴറ്റിയേക്കണേക്കൂടെ കൂടെ മിക്സ് ചെയ്തേച്ചും മസാലകളെല്ലാം ചേർക്കണം അതിലേക്ക്. എന്നിട്ടൊന്ന് ചൂടാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ചേർക്കണം. ലാസ്റ്റ് ചേർക്കണം. ഇത് മതിയാവും അല്ലേ? മതിയാവും, മതി. നമ്മൾ വേവിച്ചെടുക്കാനുള്ളതല്ലേ ഏതായാലും. നല്ല രസം. ഈ മീനിന്റെ മുട്ട പൊരിച്ച പോലെ അല്ലേ? ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇതിലേക്ക് ചേർത്ത് ഇനി അടുപ്പത്ത് വെക്കണം. മിക്സിങ് പൊടികൾ ചേർക്കാൻ. ഇതിപ്പോ ഇച്ചിരി കുറവാന്ന് തോന്നുന്നില്ലേ മിക്സ് ചെയ്തത്? കുഴപ്പമില്ല, കറക്റ്റ്. പച്ചക്കറികൾ കൂടുതലുണ്ട്. പച്ചക്കറികൾ കൂടുതലുള്ളതാ എപ്പോഴും നല്ലത്. പരീക്ഷണം ചെയ്യുമ്പോൾ എന്തിനാ ഒരുപാട് സാധനമായിട്ട് വേസ്റ്റ് ആക്കണം? അതെ, അതിന്റെ ആവശ്യം ഒരിക്കലും ഇല്ല. അതും ശരി തന്നെ. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല, പെപ്പർ പൗഡർ, മറ്റു മുളകിടാത്തതുകൊണ്ട്, പച്ചമുളകും എരിവുമുളക് പൊടി ഇടാത്തതുകൊണ്ട് പെപ്പർ ഇച്ചിരി ചേർത്തിട്ടുണ്ട് കേട്ടോ, കൂടുതൽ എരിവിന് വേണ്ടി. വേറെ ഒന്നും എരിവിന് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇച്ചിരി മീറ്റ് ഉലർത്താം മസാല. പിന്നെ നമുക്ക് ഇച്ചിരി ഇഞ്ചി പേസ്റ്റ്,
ഇച്ചിരി സോയാ സോസും വേണം. അത് വേണം, മറക്കാതെ പറഞ്ഞതാ. പൊടികൾ ഇടട്ടെ. ഇഞ്ചി പേസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നല്ല സൗകര്യം, അത് അതിലേക്ക് അങ്ങ് ചേർന്നോളും. ഇതിപ്പോ മഴ പെയ്യണ കാരണം നമ്മളിത് ഉണ്ടാക്കാനുള്ള കാരണവും. നല്ല മഴയില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. മഴയാവുമ്പോ ചൂടുള്ളത് കഴിക്കാൻ ഒരു രസമൊക്കെ അല്ലേ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാക്കാം. ഇതൊന്ന് പച്ചക്കുത്തൊക്കെ മാറണം, പൊടികളൊക്കെ ഇട്ടതല്ലേ, അത് കാരണം പൊടികളൊക്കെ അതിലേക്കൊന്ന് മിക്സായി പച്ച ടേസ്റ്റ് മാറിക്കിട്ടാൻ. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് ഉലർത്തിൻ്റെ പൊടി, പിന്നെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് അത്രേ ചേർത്തേക്കണം. ഉപ്പൊന്ന് നോക്കിയേക്കാം. ഉപ്പ് സോസും കൂടെ ഒഴിച്ച് ഉപ്പ് ചേർത്താൽ മതിയായിരിക്കാം. അതെ, സോസിന് എപ്പോഴും ഉപ്പുള്ളതല്ലേ, അപ്പം അത് നോക്കി വെച്ച് ചെയ്താൽ മതി. മിക്സ് ആവട്ടെ കേട്ടോ, ചൂടാറാതെ ചെയ്യാൻ പറ്റില്ല മിക്സിങ്. ഇനി ഒന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്തിട്ട് നമുക്ക് സോസും ചേർത്തൊന്ന് ഉരുട്ടി നോക്കാം. അതെ 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 അതെ. ഇതേ മിക്സിങ് എല്ലാം കഴിഞ്ഞ് തണുത്തു. ഇതിലേക്ക് ഒരു സ്വല്പം സോയാ സോസ് ചേർക്കാം കേട്ടോ. ഇത് മതിയാവല്ലോ? മതി മതി. ഞങ്ങൾ കുറച്ച് ചേർക്കണം ഒരു ടേസ്റ്റിന്. നമുക്കൊന്ന് ഉരുട്ടി നോക്കാം മിക്സ് ചെയ്തിട്ട്. മിക്സിങ് ഉപ്പ് പാകാട്ടോ. സോസും കൂടെ ചെല്ലുമ്പോൾ ഇച്ചിരിയോടെ ഉപ്പ് വന്നിട്ടുണ്ടാവും, അത് മതി. പിന്നെ നമുക്ക് കോട്ടിങ്ങിൻ്റെ അതിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കോട്ട് ചെയ്യാം, അപ്പോൾ കുഴപ്പമില്ല. കോട്ടിങ് ചൂട് ഒരുവിധം ആറിയേച്ച് ഉരുട്ടണം. അപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട്. ഞാൻ ചീനിച്ചട്ടി മാറ്റാമെന്ന് ഓർത്ത്, പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, ഈ ചീനിച്ചട്ടി തന്നെ ഇരുന്ന് അങ്ങ് നിരത്തി വെച്ച ചൂടാറിക്കോളൂല്ലോ എന്ന്. നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. വലിയ കുഴപ്പമില്ലെന്ന് തോന്നണം. കുഴപ്പമില്ല. അതെനിക്ക് തോന്നണ വഴറ്റി ഇതൊക്കെ ചേർന്ന് കഴിയുമ്പോൾ അങ്ങ് അതെ അതെ മിക്സ് ആയിക്കോളൂ എന്ന് തോന്നണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്ന് സെറ്റായി കിട്ടും. അതിനാണ് ഫ്രിഡ്ജിൽ വെക്കണത്. എന്നാൽ ഞാൻ മനസ്സിലാക്കണം കേട്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷണമാണ്. കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ, ഏതാണ്ട് അതുപോലെ. കട്ട്ലറ്റിൽ ഉരുളക്കിഴങ്ങ് ചേരുമെന്ന് മാത്രം. അതെ, ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ പശപിടുത്തം ഉണ്ടങ്ങ് ഉരുണ്ടോളും. അതാണ് അമ്മ ആദ്യം ഉരുളക്കിഴങ്ങ് ചേർക്കാന്ന് പറഞ്ഞത്. അല്ല, ചേർക്കണോന്ന് ചോദിച്ചു. എനിക്കിത് അറിയില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. ഇത് പുതിയ പുതിയ ഐറ്റംസ് അല്ലേ. ഒന്നാമത്തെ കാര്യം, ഞാൻ പല സംഗതിയും വയറിനൊക്കെ ചില പ്രശ്നമുള്ളതുകൊണ്ട് കഴിക്കാറില്ല. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. പിന്നെ വീട്ടിലുണ്ടാക്കണോണ്ട് വലിയ കുഴപ്പമില്ല. ഒരു ചെറുതൊന്ന് കഴിച്ച് നോക്കാം ഏതായാലും. വേണമെങ്കിൽ ഇത്തിരി കോൺഫ്ലോർ ചേർത്താലോ? ഒന്നും ചേർക്കണ്ടെന്നേ, അതേ. അല്ലാതെ ഉരുളുന്നുണ്ട്. ഒന്നും ചേർക്കണ്ടത്. കിട്ടണ കണ്ടില്ലേ, പൊട്ടില്ല, മുറുകെ ഉരുകിയിരിക്കണം. ഈ സോസും ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ വഴന്ന് കഴിയുമ്പോൾ തന്നെ അങ്ങ് ഉരുട്ടാനൊരു ഇത് വരുമായിരിക്കും. അതായിരിക്കും. പിന്നെ സോസും കൂടെ ചേരുമ്പോൾ ഉരുണ്ടോളും. ഒന്നും ചേർക്കണ്ട. അപ്പോൾ അതേ ഫൈനൽ ഉണ്ട. 3 ഉണ്ടയുണ്ട്, അല്ല 6 ഉണ്ടയുണ്ട്. നമുക്കിനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചീഞ്ചട്ടി ഇനി കഴുകണില്ല ഞാനിപ്പം. എന്നാന്നോ, ഇതിലേക്ക് മൈദ കലക്കാം. മൈദ കലക്കി വെച്ച് പിന്നെ മൈദ കോട്ടിങ്ങിനും മൈദയിലും ഇങ്ങനെ പൊടിയിലും മുക്കാനുണ്ട്. അത് വേറൊരു പാത്രം എടുക്കാം. എന്നിട്ട് നമുക്കത് ചെയ്ത് വെച്ച് നമ്മൾ വറുത്തെടുക്കുവല്ല, അപ്പച്ചെമ്പിൽ പുഴുങ്ങിയെടുക്കുക. അപ്പം നമുക്കൊന്ന് ചെയ്യാം. എപ്പോഴും വറുപ്പല്ലേ കാണുന്നത്? അതെ, വറുപ്പല്ലേ കാണണേ. ഇതിപ്പോൾ വെജിറ്റബിൾ വഴറ്റാൻ വേണ്ടി മാത്രം ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. മിൻസ് പിന്നെ അതിനെ മിൻസ് ചെയ്ത മീറ്റ് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തു. അത് മാത്രമേ ഇതിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം നടന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്കം എങ്ങനെയാണെങ്കിലും ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ഉണ്ടയാക്കി എടുത്ത് വെച്ചിരുന്നത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങി മൈദ കലക്കി വെച്ചേക്കണം. വെള്ളത്തിൽ മൈദ ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് കലക്കിയതാണ്. ഇതൊക്കെ ഇതിലൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ പാടുകളൊക്കെ എന്നാന്ന് വെച്ചാൽ അത് വഴറ്റിയ സംഭവം ഇതിൻ്റെ ആട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴുകാതെ ഈ ചീനിച്ചട്ടി തന്നെ എടുക്കുമെന്ന്. പിന്നെ ഇതിലൊന്ന് കോട്ട് ചെയ്ത് വെച്ചല്ല, ഒന്ന് മുക്കി വെച്ച് ഇതിൽ കോട്ട് ചെയ്ത് ആവിയിൽ വേവിക്കാന്നാണ് ഓർക്കണത്. ഏതായാലും ഔട്ട്കം എങ്ങനെയാണെങ്കിലും കാണിക്കാം, ഫെയിലിയർ ആണെങ്കിലും എന്താണെങ്കിലും. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇച്ചിരി മുറുകിയിട്ടുണ്ട്. നല്ലതാണ്. ഓരോന്ന് ഇവിടെ ഇരിക്കട്ടെ. അത് എന്നാന്നോ, ഒറ്റയടിക്ക് ഇതങ്ങ് ഇങ്ങനെ അങ്ങ് ആക്കാം. പിന്നെ ഓരോന്നും ഇങ്ങനെ പൊടിച്ച് എനിക്കിഷ്ടമല്ല കയ്യിലിങ്ങനെ. അപ്പം ഇങ്ങനെ വെച്ച് ഒന്നിച്ച് അതിൽ മുക്കിയെടുക്കാം. അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കയ്യിൽ ഈ മൈദ പിടിക്കുക, പിന്നെ മൈദ പിടിക്കുക ഇങ്ങനെ. അപ്പം ഈ ഇത് ബാലൻസ് വന്ന് ഇത് കളയും. കാരണം എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നിനും എടുക്കാനില്ല. ഒന്നാമത് മൈദ കൊണ്ട് നമ്മളധികം ചെയ്യാറില്ല, ഹെൽത്തിന് അത്ര ഇതല്ലെന്നൊക്കെ കേൾക്കണോണ്ട് മൈദ ഞങ്ങൾ പരമാവധി യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇതിന് മൈദ തന്നെയാണ് കാണിച്ചേക്കണത്. ഞങ്ങൾക്കിത് ഐഡിയ ഇല്ല, ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെ കണ്ട് ചെയ്യണതാ കേട്ടോ. അപ്പം എന്നതാണെങ്കിലും നമുക്കൊന്ന് നോക്കാം. ഗോതമ്പ് ഉപയോഗിച്ചാൽ ഇതിന് കട്ടിയാവും തോന്നി, അതുകൊണ്ടാ പിന്നെ മൈദ തന്നെ എടുത്തത്. ഇനി അങ്ങനെ വല്ലപ്പോഴും അല്ലേ? അല്ല, അതല്ല, ഇനി അങ്ങനെ പറ്റൂല. ഇത്
പൊതിയണം. ഉം, ഉം, ഉം. കട്ട്ലറ്റ് പോലെ എണ്ണയിൽ വറക്കുമല്ലോ. ആ ഇതിങ്ങനെ അങ്ങ് പൊതിഞ്ഞെടുത്താ മതി അല്ലേ? ഇനി മതി, ഒരു തവണ പൊതിഞ്ഞാ മതി അല്ലേ? അത് മതി. ഇതിലേക്ക് വെക്കാം. ദേ ഇപ്പുറത്ത് ശരിക്കും പൊതിഞ്ഞിട്ടില്ല. അത് വിട്ടൊന്നും പോരുമില്ല. ഉം. ശരിയാക്കാം. ഒരുപാട് ഇതായി ഇതിൽ തന്നെ ഇതിങ്ങനെ പിടിച്ചിരിക്കൂല, അത് ഉണ്ടാവില്ല. ഒരു വെറൈറ്റി. ഈ വറവരി അല്ലാത്തോണ്ട് അമ്മയ്ക്ക് ചെറിയൊരു പരിഭ്രമോമിറ്റി ഉണ്ട്. വറവരിയാണെങ്കിൽ പിന്നെ വറുത്തിങ്ങ പോരാല്ലോ. കോര വറുത്ത് കോരല്ല. അപ്പ എപ്പോഴും പറയും മീൻ മേടിച്ച വറക്കൽ എല്ലാം വറക്കലാണ് അങ്ങോട്ടൊന്നും. എനിക്കിഷ്ടം വറക്കണത് ഇഷ്ടം. ഇതിപ്പോ മൈദേങ്ങടെ അല്ലായിരുന്നെങ്കിൽ ടിപ്പിക്കൽ ഒരു ഹെൽത്തി പലഹാരം. അത് ശരിയാ, അത് ശരിയാ. വേറെ എന്തെങ്കിലും ഇതിനിങ്ങനെ യൂസ് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് പറയാട്ടോ. നിങ്ങളൊക്കെ ഈ മോഡൽ ചെയ്യാറുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യുക. അതിന് കുഴപ്പമില്ല. ഷെയറിങ് എപ്പോഴും നല്ലതല്ലേ. ഞാൻ എപ്പോഴും പറയാറില്ല നിങ്ങളെ അഭിപ്രായം പറയണമെന്ന്. അതുപോലെ മിൻസ് ചെയ്ത മീറ്റിന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ, വാഷ് ചെയ്തെടുക്കണം ഇങ്ങനെയാന്നുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേജ്, അടുപ്പത്ത് വെക്കണ സ്റ്റേജ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചെടുത്താ ചെയ്ത് നോക്കിയോളൂ. മീറ്റും വെജിറ്റബിളും വെറുതെ കളയണ്ടല്ലോ. സംഗതി എങ്ങനെ എനിക്കത് ഉരുട്ടി വരുമ്പോൾ ഉരുട്ടി കിട്ടുമോ എന്നുള്ള ഒരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ കുറച്ചേ എടുത്തോളൂ. പക്ഷേ അത് ഫ്രിഡ്ജിൽ ഈ മിക്സ് ചെയ്തേച്ച് ഇങ്ങനെ വഴറ്റി ഇറച്ചിയൊക്കെ അതിൽ ചേർത്ത് വഴറ്റി കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഉരുട്ടി വെച്ചു. അപ്പം വഴറ്റിയത് കൊണ്ട് അത് നല്ല സോഫ്റ്റായിട്ട് ഉരുണ്ട് കിട്ടി. പിന്നെ ഉരുണ്ട് കിട്ടത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഫ്രിഡ്ജിലാട്ടോ അരമണിക്കൂറോളം ഫ്രിഡ്ജിലിരുന്ന. അതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പം ഇതിലൊക്കെ മുക്കി വേവിക്കാൻ വെച്ചേക്കണത് കേട്ടോ. ഇതേ കൈ എനിക്ക് ഇങ്ങനെയുള്ള സംഗതിയില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച മഹാ ഇറിറ്റേഷനാണ്. പിന്നെ ഫോർക്ക് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല. വേറെ ഒരു സാധനം വെച്ച് ഇതിലൊക്കെ ഡിപ്പ് ചെയ്യുമ്പോൾ ഫോർക്ക് കൊണ്ട് എങ്ങനെ ഡിപ്പ് ചെയ്യണേ, ഇത് പറ്റൂല. അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് വെന്ത് കഴിയുമ്പോൾ ഫോർക്കല്ല, വേണമെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്യാം. സ്പൂൺ വെച്ച് ചെയ്യാം. അത് ശരി. അല്ല, സ്പൂണ് ഇതിലേക്ക് വെച്ചേച്ച് സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യാം. പിന്നെ ഇതിൽ വെച്ചേച്ച് കോട്ടിങ് നടത്തി വെച്ചിടാന്നല്ലേ. അപ്പം ഇനി ഔട്ട്പുട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഒക്കെ ഒരു 15 മിനിറ്റ് വേണമായിരിക്കും. കാരണം ഇതിൽ വെച്ചിരിക്കുന്ന സംഗതികളെല്ലാം വേവിച്ചതാണ്. പിന്നെ മൈദ മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി. കാരണം കോട്ടിങ്ങും മൈദയാ, ഇത് ഡിപ്പ് ചെയ്ത സംഭവം മൈദയില്ലേ. അപ്പം അത് വെന്ത് തന്നെ അതിനുള്ള താമസമേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് പറയാം. ഞങ്ങൾ പല ഇതിലും കണ്ടപ്പോൾ പലരും ചമ്മന്തി കൂട്ടിയൊക്കെ കഴിക്കുന്നത് കണ്ടത്. പക്ഷെ ഞങ്ങൾ സോസ് ഉപയോഗിച്ചാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതിൽ മുക്കിക്കഴിഞ്ഞ് മൈദയുടെ പാടുകളൊന്നും ഇല്ലാതെ അതിനകത്തേക്ക് വെക്കണത്. അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? എന്നെങ്കിലും ഓട്ടെ. അപ്പം നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടോ വേവിക്കാൻ വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല അകത്തിരിക്കുന്ന അല്ല ഉണ്ടയെല്ലാം കുക്ക് ചെയ്തതാ ഒരുവിധം. അപ്പം പിന്നെ വേവണ ഈ കോട്ടിങ് മൈദയുടെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് തുറക്കാം. ഗ്യാസ് കുറയ്ക്കട്ടെ എന്നാ, അല്ലെങ്കിൽ കയ്യിലേക്ക് ആവി കയറും. എന്നിട്ടും തുറന്നേച്ച് വെന്തില്ലെങ്കിൽ പിന്നെ അടച്ചാൽ മതി. അപ്പൊ ഔട്ട്കം എങ്ങനെയാന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ആൻസൈറ്റി ഉണ്ട് കേട്ടോ. അതേ ഉള്ളൂ. വെന്തൂന്ന് തോന്നണം. നോക്കാം, ഞാൻ തൊട്ട് നോക്കാം. വെന്തെന്നാ തോന്നണേ. വെന്തിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. മണം വന്നുണ്ട്. അപ്പൊ വെന്തിട്ടുണ്ടാവും. ഞാനൊരു പരിപാടി ചെയ്യാം. ഇച്ചിരി കൂടി ഇരിക്കണമെന്ന് തോന്നണല്ലേ. കൂടുതലിരുന്നാ പൊട്ടിപ്പോവും. അപ്പൊ കറക്റ്റ് വരുമെന്ന് നോക്കി എടുത്തോ. ഇത് മതിയോ? മതി. ഞാൻ ഓഫ് ചെയ്യാം. ചിലപ്പോൾ പൊട്ടിയാൽ പിന്നെ അതിന്റെ ഭംഗി പോകും. മതി, എന്നിട്ടുണ്ട്. ഇച്ചിരി ആറിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്താലോ. ഇതിൽ തന്നെ ഇച്ചിരി നേരം മൂടിയൊന്നും ഇരിക്കട്ടെ. കാരണം ആ ചൂട് കൊണ്ട് റിട്ടേൺ ചെയ്തോളൂ. ചൂട് ഇത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വേവ് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിൽ ആയിക്കോളൂ. അപ്പോൾ ഒരു 5 മിനിറ്റോടെ ഇതിലിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റീൽ പ്ലേറ്റിലേക്ക് ആദ്യം മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേ മെറ്റീരിയൽ വെക്കാം. അതുപോലെ നല്ല മണം, നല്ല സ്മെല്ലുണ്ട്. ചിക്കൻ്റെ ഒക്കെ നല്ല മണം വന്നുണ്ട്. ചിക്കൻ്റെ മാത്രമല്ല മസാലയുടെ മണമുണ്ട്. അത് മീറ്റ് മസാലയൊക്കെ ഇട്ടായിരുന്നല്ലേ. ചൂടാറി, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ എടുക്കാം. ഇതേ എടുത്ത് വെക്കട്ടെ. നല്ല കോരിച്ചൊരിയണ മഴയത്ത് കഴിക്കാൻ. കോരിച്ചൊരിയണ മഴയെന്ന് നീ പറഞ്ഞു. കോരിച്ചൊരിയണ മഴ ഇല്ലെങ്കിലും ഇത് കഴിക്കാം. എനിക്ക് പക്ഷെ ഒരു ഉള്ളതിൽ ഏറ്റവും ചെറുത് മതി കേട്ടോ. ചൂട് മോമോസ് എന്ന് വിളിക്കാവോ എന്നൊന്നും എനിക്കറിയില്ല. സ്റ്റീംഡ് മോമോസ് എന്ന് വേണമെങ്കിൽ വിളിച്ചു. സ്റ്റീംഡ് ഉണ്ടകൾ. കാരണം ഇതൊരു ഒത്തന്റിക് മോമോസ് ആണെന്ന് പറയുന്നില്ല. കാരണം അത് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഭയങ്കര ഷേപ്പോട് കൂടിയുള്ള സംഭവങ്ങളാണ്. ഇത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി മറ്റേ പ്ലേറ്റിൽ ഡിസ്പ്ലേ വെച്ച് സോസൊക്കെ വെക്കാം. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാനിങ്ങനെ വാഴയില വെച്ചാൽ അതേ പ്ലേറ്റ് വെച്ച് വാഴയിലയും വെച്ചാൽ ഇതില്ല സ്റ്റീമറിൽ വെച്ചത്. പപ്പടം വേണമെങ്കിൽ എടുത്തോ.
എന്നിട്ട് നമുക്ക് പിന്നെ ഡിസ്പ്ലേ മറ്റതിൽ വെക്കാം. ഇത് ചില്ലി ടൊമാറ്റോ സോസ് ആണ് കേട്ടോ. അത് മോമോസിന്റെ കൂടെ കറക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. അപ്പയ്ക്ക് ഇത് എന്നാ പലഹാരമാണ്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് കൂടെ പിടിക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ എക്സ്പീരിയൻസ് അമ്മയ്ക്ക് ഷെയർ ചെയ്യാൻ വിട്ടുകൊടുക്കാം, എന്നിട്ട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ബാമേ, ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അമ്മ ഇതുവരെ കഴിക്കാത്ത ഒരു പലഹാരമാണ് ഇത്. ഇത് ഇങ്ങനെ മുക്കി വേണം കഴിക്കാൻ കേട്ടോ, മുറിച്ചൊന്നും അല്ല കഴിക്കണ്ടേ. ഏറ്റവും ചെറുത് മതി എനിക്ക്, അതാ ഞാൻ നോക്കണം. ഇതാ ചെറുത്, അല്ല ഇതാ ചെറുത്. ഇനി അതിൽ മുക്കണം. ബാക്കൊക്കെ ഒന്ന് കാണിച്ചേക്കാം. കോട്ടിങ് അധികം ഇല്ലാത്തതാ ഒരു കണക്കിന് നല്ലത്. മൈദ അധികം ചെല്ലൂലല്ലോ. അതെ, കണ്ടോട്ടോ. അകത്തെ സാധനമൊക്കെ കഴിക്കുമ്പോ ഇല്ലേ ഒരു കട്ട്ലറ്റിന്റെ പോലെ തോന്നണം. പിന്നെ കോട്ടിങ് ഇതൊക്കെ കാണുമ്പോ എനിക്ക് പബ്സിന്റെ പോലെ തോന്നുന്നുണ്ട്. ഈ അകത്തുള്ള മിക്സ് നല്ലതാ, പിന്നെ പുറമെ മൈദയാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ തെറ്റില്ല, കുഴപ്പമില്ല. നമുക്കൊരു വെജിന്റെ ഉണ്ടാക്കാം അധികം വൈകാതെ. അന്നേരം നമുക്ക് കോട്ടിങ് മൈദയ്ക്ക് പകരം ഗോതമ്പൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതാണ് കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. പുഴുങ്ങിയെടുത്തതാ ചിക്കനാ. അപ്പയും ആദ്യമായിട്ടാണ് ഈ ഒരു പലഹാരം കഴിക്കാൻ പോണെ. അതുകൊണ്ട് ഉള്ളിൽ ഇതിന്റെ എന്താന്നൊക്കെ ചോദിക്കായിരുന്നു. സംഭവം നല്ലതല്ലേ? ഫ്രൈഡ് അല്ല, അതാണ് ഒരു ഗുണം. റൗണ്ട് ആയതുകൊണ്ട് കൈ കൊണ്ട് ഉപയോഗിക്കേണ്ടി വരും. മറ്റേ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഫോർക്ക് വല്ലതും ഉപയോഗിക്കായിരുന്നു. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നെ ചിക്കൻ്റെ ഇത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ഫോമിൽ ഒരു കറി പോലെയുള്ള ഒരു ഡിഷ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു പലഹാരം പോലെയുള്ളൊരു ലുക്കാണ് അതിന് വരുന്നത്. പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അതിനൊരു കറിയുടെ ലുക്കും കൂടെ വരും. പക്ഷെ സാധനം വളരെ നല്ലതാണ്. അപ്പൊക്ക് അത്ര ഇഷ്ടപ്പെട്ടോ? കേവലാണ്. അപ്പൊ ഇനി അമ്മ പറഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഗോതമ്പ് കൊണ്ട് കോട്ടിങ് ഉണ്ടാക്കാം. ഇതിന്റെ പേരെന്താ? മോമോസ്. ഈസി മോമോസ്. ഈസി മോമോസ്. അത് ശരി, കൊള്ളാം. നല്ല ആ മിക്സ് നല്ലതാ ചിക്കൻ്റെ. എന്നാ ഈ ഒരെണ്ണം നീ എടുത്തു. എനിക്ക് പറയുന്നുണ്ട് അവിടെ ഉണ്ട്. അതല്ലെന്നേ മിൻസ് ചെയ്ത ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾ ക്യാരറ്റ്, സവോള, ബീൻസ് ഒക്കെ ഉള്ള കൊണ്ടുവന്നാണ്. അതെല്ലാം കൂടെ ഇട്ട് വഴറ്റി വെച്ചാൽ അത് അതിലിട്ട് വഴറ്റി വേവിച്ച് മസാലകൾ ചേർത്ത് ഗരം മസാല, മീറ്റ് മസാല ഒക്കെ നല്ലതാണ്. അത് പരീക്ഷണാർത്ഥം ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാ, പുഴുങ്ങിയെടുത്ത്. നമുക്ക് അടുത്ത ആഴ്ച വെജ് കൊണ്ട് ഗോതമ്പിന്റെ ചെയ്യാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ കോഴിക്കോട്ട ഫോർമാറ്റ് ഒന്നും മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ആക്കിയാൽ കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിരിക്കും. ഇത് ഇത്ര എളുപ്പമല്ല. ഇത് ഉണ്ട പോലെ ഉരുട്ടി ഫ്രിഡ്ജിൽ വെക്കണം സെറ്റാവാൻ. അല്ല, അത് ഫ്ലാറ്റ് ആക്കിയാലോ? നമ്മൾ ഈ റോളൊക്കെ ഫ്ലാറ്റ് ആക്കൂലേ അതേപോലെ. അങ്ങനെ അന്നേരം കോട്ടിങ് ഇതിലും ഡിപ്പ് ചെയ്ത് എടുക്കണേ. അപ്പൊ ഷേപ്പ് എന്തെങ്കിലും വേണം, ഏതെങ്കിലും ഷേപ്പിൽ. അല്ലെങ്കിൽ പിന്നെ നീ പറഞ്ഞ മോൾഡൊന്നും മേടിച്ച് നമ്മളിതിപ്പോൾ പ്രൊഫഷണൽ ഉണ്ടാക്കണം. അങ്ങനെ അത് മറ്റേത് ഗോതമ്പിന്റെ ഇതില്ല. അത് ചെയ്ത് നോക്കാം അടുത്ത പ്രാവശ്യം. വെജും കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെ ലാസ്റ്റാണ് ഞാൻ കഴിക്കാനായിട്ട് എടുത്തത്. ഞാൻ എപ്പോഴും ലാസ്റ്റ് എടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മനഃപൂർവ്വമാണ്. എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം എനിക്ക് പതുക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഒരു മോമോസ് എടുത്ത് നമ്മുടെ ചില്ലി ടൊമാറ്റോ സോസിലൊക്കെ മുക്കി അങ്ങ് പിടിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഫില്ലിങ് അത്യാവശ്യം നല്ല സഫിഷ്യൻ്റ് ആയതുകൊണ്ട് അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഉണ്ടയായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ മൈദയിൽ മുക്കിയെടുത്തുകൊണ്ടാണ് നമുക്ക് ആ ഉള്ളിലുള്ള ഫില്ലിങ്സ് അത്രയും സഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ആ ഫില്ലിങ്സ് തന്നെ ഒരു ബോളായിട്ടല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. കോട്ടിങ് സത്യത്തിൽ കുറവായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് നല്ലതാണ്. മൈദയുടെ കോട്ടിങ് അല്ലേ, അപ്പോൾ ഒരു ഇത്തിരി കുറഞ്ഞിരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പ്യുവർ വൈറ്റ് കളർ വരണമെങ്കിൽ ഇച്ചിരൂടിയൊക്കെ കോട്ടിങ് വരണം. അതാണ് അതിൻ്റെ സംഭവം. എന്തുതന്നെയായാലും ആ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പുറമേ നല്ല സോഫ്റ്റും ആയിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. മഴയത്ത് കഴിക്കാൻ പെർഫെക്റ്റ് സാധനമാണ് കേട്ടോ. എണ്ണയിൽ പൊരിച്ചതൊന്നും അല്ലല്ലോ. അപ്പോൾ ദേ അമ്മ ഇരുന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ദേ നല്ല കോരിച്ചൊരിയണ മഴ. അകത്ത് ചൂടാവാനായിട്ട് നല്ല ചൂടൻ ചിക്കൻ ഈസി മോമോസും